ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്നും ചെയ്ത് കാണാത്ത ഫിഷ് കൊണ്ടുള്ളൊരു സ്പെഷ്യൽ ഡിഷാണ്. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് അയില ഫിഷാണ്. അപ്പം അയില നിറച്ചതാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ഡിഷ്. നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിഷിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നല്ല ഫ്രഷ് അയിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര പീസ് അയിലയാണോ എടുക്കുന്നത് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സവോളയാണിത്. അത് നല്ല ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം നമ്മൾ എണ്ണയിൽ നല്ലോണം വഴറ്റിയെടുക്കുക. മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു പിടി നല്ല നാടൻ കറിവേപ്പില, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, കൂടെ നല്ല ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള പച്ചമുളക്. ഇനി മസാലക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കൂടെ 1 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത്രയും മസാല പൗഡറുകൾ ചേർത്ത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഉള്ളി നല്ലോണം വയന്ന് വന്നതിന് ശേഷം നമ്മൾ ഒരു പിടി മല്ലിച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമ്മൾ വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മളെ മസാല ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഫിഷിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള. ഇനി ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി 1 പിടി കറിവേപ്പില, മസാലപ്പൊടികൾ ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അല്പം വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ നമ്മൾ പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളിനി ഫിഷിലേക്ക് പുരട്ടി കൊടുക്കുന്നത്. ഇങ്ങനെ നിറയ്ക്കാനുള്ള ഫിഷ് എടുക്കാൻ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചെകിള പോക്കിയിട്ട് ഉള്ളിലേക്ക് മസാല എങ്ങനെ തിരികെ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. മീനിൻ്റെ ആ ഒരു വയറിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ഒരിക്കലും അത് കട്ട് ചെയ്യാൻ പാടില്ല. ഉള്ളിലേക്ക് മസാല മാക്സിമം നമുക്ക് വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഫിഷ് കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിത് മസാല പുരട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. മീനിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു ഉപ്പും എരിവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ മീനിങ്ങനെ വരഞ്ഞതിന് ശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഈ ഒരു മീനിൻ്റെ മേലേക്ക് ഇങ്ങനെ പുരട്ടി കൊടുക്കുകയാണ്. എല്ലാ മീനും നമ്മളിങ്ങനെ പുരട്ടിയതിന് ശേഷം കുറച്ച് നേരം വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എല്ലാ മീനും മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ലപോലെ ആ മീനുമിലേക്ക് ആ ഒരു മസാലയൊക്കെ പിടിച്ചാൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി മീനെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് ചൂടായി വരുമ്പം ഇങ്ങനെ മീൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മളെല്ലാ ഫിഷും ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെല്ലാ അയിലയും നിറച്ച് ഫ്രൈ ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ ഇത്. നമുക്ക് കറി കൂടാതെ പുട്ടിനും പൊറോട്ടക്കും ഒക്കെ ഈ ഒരു മസാല വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും അയിലയോ മറ്റേത് ഫിഷ് ആയാലും അത് കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതാ നമ്മൾ അയില കട്ട് ചെയ്തിട്ട് പുട്ടിൻ്റെ കൂടെയാണ് ഇന്ന് കഴിക്കുന്നത്. ആ ഉള്ളിലെ മസാലയൊക്കെ എടുത്തിട്ട് പുട്ടൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു തവണ ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.